ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ക്യാമറ വാങ്ങിക്കണമെന്ന്. ചെറുപ്പകാലത്ത് 90s കല്യാണ വീടുകളിൽ പോകുമ്പോൾ മാത്രമേ നമ്മൾ ഈ ക്യാമറമാന്മാരെയും പിന്നെ ക്യാമറയൊക്കെ കാണുന്നത്. അന്ന് മുതലേ ഇതിനോട് വല്ലാത്ത ക്യൂരിയോസിറ്റിയും ഭയങ്കര ആവേശമാണ്. നമ്മൾ വളരും തോറും ആ ഒരു മോഹം വിടാതെ ക്യാമറയോടുള്ള ഇഷ്ടം വിടാതെ തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2005 ഏകദേശം +2 പഠിക്കുമ്പോഴാണ് ഒരു സ്വന്തമായിട്ടൊരു ക്യാമറ ഹാൻഡി ക്യാം എൻ്റെ ഒരു ഏട്ടൻ വാങ്ങിച്ചത്. എന്നാൽ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ക്യാമറ എന്നുള്ള ലക്ഷ്യം, ഒരു ആഗ്രഹം നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അവസാനം 2020 കൊറോണ കാലത്താണ് ആ ഒരു ക്യാമറ സ്വന്തമാക്കാൻ കഴിയുന്നത്. ആ ഒരു ക്യാമറയുടെ അൺബോക്സിങ് വീഡിയോ കൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലും തുടങ്ങിയത്. കനോണിൻ്റെ EOS RP എന്നൊരു മിറർലെസ് ക്യാമറയാണ് അന്ന് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ ഞാനത് ഒരു ക്യാമറയായിട്ട് നാട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും വലിയൊരു ക്യാമറയുടെ ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ ഒരു നല്ലൊരു ബയ്യറെ കിട്ടിയ സമയത്ത് ആ ക്യാമറ ഞാൻ നാട്ടിൽ സെയിൽ ചെയ്തു. തിരിച്ച് UAE വന്നു. 2021 ജനുവരി മാസം തന്നെ എനിക്കൊരു ക്യാമറ ആവശ്യമായതുകൊണ്ട് നേരെ ദുബായിൽ ദേര സിറ്റി സെൻറ്ററിൽ പോയി ഗ്രാൻഡ് സ്റ്റോറിൽ നിന്നൊരു പുതിയ ക്യാമറ വാങ്ങിച്ചു. ആ ക്യാമറ എന്ന് പറയുന്നത് Fujifilmൻ്റെ X-T200 എന്ന് പറഞ്ഞ മിറർലെസ് ക്യാമറ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഈ ഒരു ക്യാമറയുടെ പ്രൈസ് നമുക്ക് കിട്ടിയത് 2300 ദിർഹംസാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രൈപോഡ്, ഒരു ബാഗ്, പിന്നെ മെമ്മറി കാർഡ്, അങ്ങനെ ഒരു 3-4 ഐറ്റംസും കൂടി അവർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി അഡീഷണൽ തരുമോ എന്നുള്ളത്. അങ്ങനെ അവർ എനിക്കൊരു അഡീഷണൽ ബാറ്ററി തന്നു. പിന്നെ കൂടാതെ തന്നെ 64 GB ഒരു മെമ്മറി കാർഡും തന്നു. എന്താണ് ഞാൻ അഡീഷണൽ ബാറ്ററി വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മിറർലെസ് ക്യാമറകൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതിൻ്റെ ചാർജ് തീരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ളൊരു ക്യാമറ വാങ്ങിക്കുമ്പോൾ അഡീഷണൽ ബാറ്ററി വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മിറർലെസ് ക്യാമറ എന്നല്ല, ഏത് ഡിജിറ്റൽ ക്യാമറ വാങ്ങിക്കുമ്പോഴും നിങ്ങൾ ഒരു അഡീഷണൽ ഒരു ബാറ്ററി വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ ഒരു ക്യാമറയുടെ കൂടെ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു കിറ്റ് ലെൻസായിട്ട് കിട്ടിയത് 15-45mm ലെൻസാണ്. പക്ഷേ നമുക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് ഇതുകൂടെ പോരാനിട്ട് ഞാനൊരു അഡീഷണൽ ലെൻസും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 50-30mm ലെൻസാണ്. ഈ ഒരു ലെൻസിനെന്ന് പറയുന്നത് ഏകദേശം 1600 ദിർഹംസാണ്. പക്ഷേ ഈ ഒരു എല്ലാം കൂടി ഒരു ബൾക്കായിട്ട് വാങ്ങിച്ച സമയത്ത് എനിക്ക് 660 ദിർഹംസിനാണ് ഈ ഒരു ലെൻസ് കിട്ടിയത്. കൂടാതെ തന്നെ ഈ ലെൻസിൻ്റെ കൂടെ തന്നെ ഈ ലെൻസ് ഹുഡും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമറയിൽ 24.2 മെഗാപിക്സലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫുൾ HD 60 ഫ്രെയിം/സെക്കൻഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. 4K 30 ഫ്രെയിം/സെക്കൻഡാണ് ഇതിൻ്റെ വീഡിയോ കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലുക്കാണ്. നമുക്ക് ക്ലാസിക് ക്യാമറ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് കൊഡാക്കും ഫുജിഫിലിമും തന്നെയാണ്. ആ ഒരു പഴയ കാലത്ത് നമ്മുടെ ഒരു ക്ലാസിക് ലുക്കാണ് ഈ ഒരു ക്യാമറയ്ക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡിയൊക്കെ മുകളിൽ മെറ്റലും താഴെയൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ക്യാമറയുടേത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ ഡിസ്പ്ലേ ആണ്. 3.5 ഇഞ്ചാണ് ഈ ഒരു ഡിസ്പ്ലേ. മറ്റുള്ള ക്യാമറകൾക്കൊന്നും ഇല്ലാത്തൊരു വലിയ ഡിസ്പ്ലേ ആണ് ഇതിന് ഫുജിഫിലിം കൊടുത്തിരിക്കുന്നത്. നമുക്ക് തന്നെ ഈ ഒരു ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടുന്ന് ബാറ്ററി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാറ്ററിയുടെ അടുത്ത് തന്നെയായിട്ടാണ് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയ്ക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ മുകളിലുള്ള ഡയൽ ബട്ടൺസ് നമുക്ക് ഇവിടുന്ന് ഷട്ടർ സ്പീഡ് നമുക്ക് ഇവിടുന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പർച്ചർ ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മോഡുകൾക്ക് എല്ലാം നല്ലൊരു ഡയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്നിടത്താണ് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ബട്ടൺ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഏതൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്കിവിടെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഈ ഒരു ലെൻസിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ഡിജിറ്റൽ സൂമിങ് കൂടി ഈ ഒരു ലെൻസിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ വൃത്തിയായിട്ട് സൂമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഇതിൻ്റെ ഫ്ലാഷിൻ്റെ ഒരു ബട്ടൺ ഉള്ളത്. ഈ ഒരു നമ്മുടെ ഡയൽ ബട്ടണൊന്നും കൂടാതെ തന്നെ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് 2 ബട്ടൺ ഇവിടെ ഫുജിഫിലിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട ഫങ്ഷൻസൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ പ്ലേ ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ഈ ഒരു ക്യാമറയുടെ ഒരു പ്രത്യേകതയാണ് ജോയ്സ്റ്റിക്ക്. നമുക്കിവിടെ പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെനു ബട്ടൺ ഉണ്ട്, പിന്നെ ബാക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു പ്രൊഫഷണൽ ക്യാമറയിൽ വാങ്ങിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറിയൊരു എമൗണ്ടിന്, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് ഈ ഫുജിഫിലിം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വലിയൊരു കാര്യം. കാരണം ഈ ജോയ്സ്റ്റിക്കും ഇത്രയും ഡയൽ ബട്ടണൊന്നും ഒരു ബേസിക് മിറർലെസ് ക്യാമറകളിൽ ഒന്നിലും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ബേസിക് നമ്മുടെ DSLR ഉപയോഗിച്ച ഒരാൾക്ക് നമുക്കൊരു മിറർലെസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഫുജിഫിലിമിൻ്റെ X-T200 എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ. ഇതിൽ നമുക്ക്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരിക്കലും പ്രൊഫഷണൽ ക്യാമറ അല്ലെങ്കിൽ കൂടി, പക്ഷെ നമുക്ക് പ്രൊഫഷണൽ ക്യാമറയിലുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഒരു ക്യാമറയിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പം ഇവിടെ ഇതിൻ്റെ ഒരു X-T200 എന്ന് പറയുന്ന മുമ്പ് ഒരു മോഡൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഗ്രേഡബിൾ വേർഷനാണ് X-T200. ആ ഒരു X-T100 ഈ ലെവലിൽ നമുക്കൊരു ഗ്രിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ക്യാമറ കണ്ടോ, നമുക്കിപ്പോൾ ഇത്ര നന്നായിട്ട് ഗ്രിപ്പൊക്കെ ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മളിപ്പം DSLR അല്ലെങ്കിൽ SLR അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു മിറർലെസ് ക്യാമറ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ ആയുള്ള ഒരു പ്രൈസിനുള്ള ഒരു ക്യാമറ തന്നെയാണ് X-T200 എന്ന് പറയുന്ന ഫുജിഫിലിമിൻ്റെ ഒരു ക്യാമറ. ഇത്രയും കാര്യത്തിന് ഈ ഒരു ലെൻസും പിന്നെ മറ്റുള്ള ആക്സസറീസ് എല്ലാം കൂടിയിട്ട് എനിക്ക് ഈ ക്യാമറക്കായത് 3000 ദിറംസാണ്. 3000 ദിറംസിന് ഇതൊരു വർത്ത ക്യാമറ തന്നെയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇനിയുള്ള നമ്മുടെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു X-T200 എന്ന് പറയുന്ന ക്യാമറയിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്യാമറയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ.